ഹായ്, ഐ എം സി ആഷിഫ്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് 15th ജൂലൈ 2024 നമ്മുടെ CA ഇൻ്റർമീഡിയറ്റിൻ്റെ അസ്ത്ര ബാച്ചിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസ്ത്ര ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്ലൈ അപ്പോൾ May 27 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ റിസൾട്ട് വന്നത് അറിയാം, നമുക്ക് 11th റിസൾട്ട് വന്നത്, 4 days ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം ഉണ്ടാവുമോ, എനിക്കത് കവർ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഇത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ സ്റ്റുഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു അസ്ത്ര ബാച്ച് എന്ത് ഉദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ September 24 എന്നുള്ള അറ്റംപ്റ്റ് ഉദ്ദേശിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ റിസൾട്ടിന് വളരെ മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ റിസൾട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നെക്സ്റ്റ് അറ്റംപ്റ്റ് സെപ്റ്റംബർ അറ്റംപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു 40-45 ഡേയ്സ് മാത്രമാണ് നമുക്കുള്ളത്. ഈ ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ ബോത്ത് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഫുൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ റിസൾട്ട് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നത്. അതായത് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളുടെ ഫുൾ റെക്കോർഡിംഗ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഇനി ഏതൊക്കെ ലൈവ് സെഷൻസ് ഉണ്ട് എന്നുള്ളത് ഞാനിവിടെ പറയാനും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് നിങ്ങൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു 45 ഡേയ്സിൽ നിങ്ങളൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ പോലും ആ ഗ്രൂപ്പ് നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതുവഴി നമുക്ക് September 24 ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് എങ്ങനെ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് ആൾറെഡി ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്, ഇനി ഏതൊക്കെ ലൈവ് ബാച്ചുകൾ, ലൈവ് സെഷൻസുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിപ്പയർ നടത്തുന്ന അസ്ത്ര ബാച്ച് എക്സാം ഓറിയൻറ്റഡ് ബാച്ചാണ്. നമ്മളിത് ഉദ്ദേശിച്ചിരിക്കുന്നത് റിപ്പീറ്റേഴ്സിനുള്ളത് തന്നെയാണ്. നമ്മളൊരു റെഗുലർ ബാച്ചിൻ്റെ അത്ര തന്നെ ഒരു എന്താ പറയുക ഹവേഴ്സ് ഉള്ളൊരു ക്ലാസ്സുകളല്ല. ഓൺലൈനാണ്, ലൈവാണ്, സ്റ്റുഡിയോ ബേസ്ഡ് ലൈവാണ്. ഇതിലൊരു 95% അല്ലെങ്കിൽ ഏകദേശം 95% ഓഫ് ക്ലാസ്സസും ഇതിൽ സ്റ്റുഡിയോ ബേസ്ഡ് ലൈവ് തന്നെയാണ്. സൂമോ അങ്ങനെയൊന്നല്ല, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മുടെ ഫാക്കൽറ്റീസ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിന് ആദർ സാറാണ്, ലോ ധന്യ മാം ആണ്, SM ധന്യ മാം തന്നെയാണ്, ദെൻ ഡയറക്ട് ടാക്സ് ജസ്റ്റിൻ സാറാണ്, IDT അൻവർ സാറാണ്, കോസ്റ്റിംഗ് ഷഹീർ സാറാണ്, ഓഡിറ്റിംഗ് നിത്യൻ സാറാണ്, ആൻഡ് FM ദിനു സാറാണ്, SM അഗെയിൻ ധന്യ മാം ആണ്. ഇതാണ് നമ്മുടെ ഫാക്കൽറ്റി പോൾ. നമ്മുടെ റെഗുലർ ബാച്ചസ് എടുക്കുന്ന ട്രിപ്പിളിയുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് അസ്ത്ര ബാച്ചും ഇത് ചെയ്യുന്നത്. അവരുടെ റെഗുലർ ബാച്ചിൻ്റെ ടൈമിൽ നിന്നും September 24 എന്ന പുതിയ അറ്റംപ്റ്റ് വന്നതുകൊണ്ട് അതിന് സ്പെഷ്യൽ ടൈം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ജോയിൻ ചെയ്താൽ എനിക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഡിസിഷൻസും കൂടെ എടുക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഫീസാണ്. ഒരു ഗ്രൂപ്പിന് 8,000 rupees. അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് എത്ര രൂപ വരുന്നുള്ളൂ? 8,000 rupees വരുള്ളൂ. സബ്ജക്ട് വൈസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4,000 പെർ സബ്ജക്റ്റാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 8,000 വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് September 24 എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഇനി സബ്ജക്ട് വൈസ് പോവുകയാണ്. സബ്ജക്ട് വൈസ് അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് എനിക്ക് തോന്നുന്നു ഇത്തവണ ഞാൻ ഒരു റിസൾട്ട് അനലൈസിസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫെയിലായ പേപ്പറാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ്. കാരണം അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ഇത്തവണ കുറച്ചും കൂടെ പുതിയ ഇൻക്ലൂഷൻസും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഇതിന് എക്സാംസ് അത്യാവശ്യം ടഫ് ആയിരുന്നു. ഞാൻ ആദർ സാറിനോട് ഡിസ്കസ് ചെയ്തായിരുന്നു ഈ കാര്യം. നമുക്ക് തന്നെ ഒരുപാട് കുട്ടികൾ, നല്ല എക്സംഷൻസ് ഒക്കെ കിട്ടിയ കുറച്ച് കുട്ടികൾ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ റിസൾട്ട് അനലൈസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിലായ ഒരു സബ്ജക്റ്റ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ആണ്. സാധാരണയായിട്ട് അങ്ങനെയല്ല വരാറ്. നമ്മുടെ ഏറ്റവും സ്കോറിംഗ് പേപ്പറായിട്ടാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് വരാറ്. പക്ഷേ ഇത് അക്കൗണ്ട്സും അഡ്വാൻസ്ഡ് അക്കൗണ്ടും മിക്സ് ചെയ്തിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത്തവണ അത്യാവശ്യം റിസൾട്ട് കുറവായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പേപ്പേഴ്സ് ആൾറെഡി കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ പറയാൻ പറ്റും, ഇതിൻ്റെ റെക്കോർഡിങ്സ് ആൾറെഡി അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് സ്പീഡിലൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും. ഇതിലുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടോ, ഏറ്റവും ഈസി ആയിട്ടുള്ള നമുക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയാസേ കവർ ചെയ്തിട്ടുള്ളൂ. പ്രിപ്പറേഷൻ ഓഫ് FS, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ബൈബാക്ക്, ASൻ്റെ ഇൻട്രൊഡക്ഷൻ, അമാൽഗമേഷൻസ്, ഇത്രയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി 10 more ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ വരുന്നേ ഉള്ളൂ. 10 more ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ വരുന്നേ ഉള്ളൂ. അതായത് ഫ്രെയിം വർക്ക്, ASൻ്റെ കാര്യങ്ങൾ, അസറ്റ് ബേസ്ഡ് AS, ലാബിലിറ്റി ബേസ്ഡ് AS, ഇത്തരം ചാപ്റ്റേഴ്സുകളൊക്കെ ഇനി സാർ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. റെക്കോർഡിങ്സും അതിൻ്റെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് September 24 യൂസ്ഫുൾ സെഷൻസ് ആയിട്ട് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ഉപയോഗിക്കാൻ പറ്റും. അല്ലേ, ഇനി നിങ്ങൾക്ക് ഫുള്ളി റെഗുലർ ക്ലാസ്സുകൾ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കി 45 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കൂടെ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ആൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകൾ 1x-ലും 1.5x-ലും 2x-ലൊക്കെ ഇട്ട് കാണാൻ പറ്റും. ദെൻ അതുപോലെ ലൈവ് സെഷൻസ് ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഇതാണ്. നിങ്ങൾക്ക് ഇത് ലൈവായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൻ്റെ കേസിൽ പറയാനുള്ളത്. കോർപ്പറേറ്റ് അതർ ലോസിൻ്റെ കേസ് ആണെങ്കിൽ ധന്യ മാമിൻ്റെ ക്ലാസ് ആണ് ആൾറെഡി ഒരു 90%, ഒരു 60-80% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്റ്റുഡിയോ ബേസ്ഡ് റെക്കോർഡിങ്സ് ഒക്കെ തന്നെയാണ്, നല്ല ക്വാളിറ്റി റെക്കോർഡിങ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്പീഡിലും ഒക്കെ കണ്ടിട്ട് അതിൻ്റെ റിവിഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൻ്റെ കൂടെ തന്നെ ലോ ഉണ്ടാവും. ദെൻ ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇനി കവർ ചെയ്യാനുള്ളത്. ഇതായിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ലോയുടെ കേസിൽ ഉള്ളത്. അതുപോലെ DT
മൂന്നാമത്തെ പേപ്പർ ആയിട്ടുള്ള ടാക്സേഷനിലെ ഫസ്റ്റ് പാർട്ട്. അതിൽ ടാക്സേഷനിൽ ജസ്റ്റിൻ സാർ എടുത്തിരിക്കുന്ന പാർട്ട് ഇത്രയാണ്. ഇതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആൾറെഡി അവൈലബിൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ ക്ലാസ് പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ബേസിക് ആയിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി, സാലറി, PGBP ആണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഇതുള്ളൊരു ഏരിയ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഏരിയ നമ്മൾ ഇപ്പോഴും കവർ ചെയ്യാനുണ്ട്. IFOS ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, IFOS ഉണ്ട്, ഡിഡക്ഷൻസ് ഉണ്ട്, TDS ഉണ്ട്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഏരിയസ് ഒക്കെ ഇനി കവർ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈവ് സെഷൻ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ IDTയുടെ കേസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു 2-3 ചാപ്റ്റേഴ്സ് സാർ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. സാറിൻ്റെ ലൈവ് സെഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇതാണ് IDTയുടെ കേസിൽ വരുന്നത്. സോ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞു, ലോ പറഞ്ഞു, DT, IDT പറഞ്ഞു. കോസ്റ്റിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല. സോറി, ഇന്ന് 15th ഇൻട്രൊഡക്ഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. 15th. അപ്പോൾ ഫുൾ കോസ്റ്റിംഗ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ സെക്കൻഡ് ഗ്രൂപ്പ് നോക്കുന്ന ആൾക്കാർക്ക് ഫുൾ കോസ്റ്റിംഗ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അത് ജസ്റ്റ് ഇന്നാണ്, അതായത് 15th ജൂലൈക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് 2 to 7 എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓഡിറ്റിംഗ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓഡിറ്റിംഗിൻ്റെ ക്ലാസ് ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. നിതിൻ സാർ തന്നെയാണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിതിൻ സാറിൻ്റെ ക്ലാസ്സാണ് അവൈലബിൾ ആവുക. നിങ്ങളപ്പോൾ അസ്ത്ര ബാച്ചിൻ്റെ ഗ്രൂപ്പ് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിതിൻ സാറിൻ്റെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് ആയിരിക്കും അവൈലബിൾ ആവുക. അതിൻ്റെ സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിതിൻ സാർ എന്ത് ചെയ്യും, നമ്മുടെ RTP, MTP, മാരത്തോൺ സെഷനൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബിലും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ട് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഉള്ളത് ഇപ്പോൾ കോസ്റ്റിംഗ് പറഞ്ഞു. ദെൻ FM SM ആണ്. അതിൽ FMൻ്റെ കേസിൽ ഇത്രയും പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ഇത്രയും പോർഷൻസ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. 5 more ചാപ്റ്റേഴ്സ് ആണ് ഇനി എടുക്കാനുള്ളത്. ആ 5 more ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് സാറിൻ്റെ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യാം. ഇത്രയും പോർഷൻ നിങ്ങൾ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ നിങ്ങളുടെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ആ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ SM ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. SM അസ്ത്ര ബാച്ചിൻ്റെ SM MM ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് SM കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോഴേ അവൈലബിൾ ആണ്. കോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ജസ്റ്റ് ക്ലാസ് 15 ജൂലൈത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ദെൻ FM 5 ചാപ്റ്റേഴ്സും കൂടെ എടുക്കാനുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുള്ളി ലൈവ് കാണുക, ഫുള്ളി റെഗുലർ ബാച്ചിന് പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ്ലി പ്ലാൻ ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ടുകളിൽ വമ്പിച്ച വിജയം ഉണ്ടായിട്ടുണ്ട് ട്രിപ്പിൾക്ക്. അതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നത് നമ്മുടെ PRB ബാച്ചുകളിൽ നിന്നാണ്. പ്രീ റിസൾട്ട് ബാച്ച്, പോസ്റ്റ് റിസൾട്ട് ബാച്ച് പോലുള്ള ബാച്ചുകളിൽ നിന്നാണ്. അതായത് നേരത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ജസ്റ്റ് മിസ്സായ ആളുകൾ അടുത്ത അറ്റംപ്റ്റ് നമ്മളടുത്ത് തന്നെ വന്നിട്ട് ഇതുപോലെ ഓൺലൈൻ ബാച്ചിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ 100+ റിസൾട്ട് നമുക്ക് വന്നിരിക്കുന്നത് ആ ഒരു ബാച്ചിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഒരുപാട് പേര് കണ്ടു. ഏകദേശം ട്രിപ്പിൾ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 70ഓളം പേര്, 70 അല്ല ഏകദേശം 80ഓളം പേര് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് കൊണ്ട് മാത്രം, ആ ഫസ്റ്റ് എക്സാമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഫെയിലായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മാക്സിമം അസ്ത്ര ബാച്ച് ഉപയോഗപ്പെടുത്തുക, ജോയിൻ ചെയ്യുക. September 24 നമ്മൾ അറ്റംപ്റ്റ് ആക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അടിപൊളിയാക്കുക.